പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ആദ്യ വോട്ടറായി കെ.പി. മോഹനൻ എം.എൽ.എ. വീട്ടിനടുത്തുള്ള പുത്തൂർ ഇസ്ലാം ഹയാത്തുൽ മദ്രസയിലെ 1-ാം നമ്പർ ബൂത്തിലാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. അതിരാവിലെ തന്നെ ബൂത്തിലെത്തി ക്യൂ നിന്നാണ് കെ.പി. മോഹനൻ എം.എൽ.എ. വോട്ട് രേഖപ്പെടുത്തിയത്. പാനൂരിനടുത്ത് കുന്നോത്തുപറമ്പ് പഞ്ചായത്തിൽ വാർഡ് 15-ലെ വോട്ടറാണ് കെ.പി. മോഹനൻ. നിയമസഭയിൽ മത്സരിക്കുമ്പോഴും ബൂത്തിൽ ആദ്യ വോട്ടറായി വോട്ട് രേഖപ്പെടുത്തിയാണ് മറ്റിടങ്ങളിൽ സന്ദർശനം നടത്താറ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആദ്യ വോട്ട് ബൂത്തിൽ രേഖപ്പെടുത്തുന്ന പതിവിൽ മാറ്റം വരുത്തിയില്ല. ഈ തെരഞ്ഞെടുപ്പിലും LDF ചരിത്ര വിജയം നേടുമെന്ന് എം.എൽ.എ. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ 9.5 വർഷക്കാലമായിട്ട് സംസ്ഥാനത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ജനക്ഷേമ താൽപ്പര്യം മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് ജനോപകാരപ്രദമായ കാര്യങ്ങളും ഒരുപാട് വികസന പ്രവർത്തനങ്ങളും നടത്തിയിരിക്കുകയാണ്. എല്ലാ മേഖലയിലും കിഫ്ബി ഫണ്ടും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടും ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വിജയിക്കണം. ആ വിജയം സുനിശ്ചിതമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ രംഗത്തിറങ്ങിയത്. സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രൂപത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമാക്കാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിൽ വ്യാപൃതരായിക്കൊണ്ട് എല്ലാ ആളുകളും മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ എല്ലാ വാർഡിലും വിജയിച്ച് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.